ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്കൊരു പുതിയ റെസിപ്പി കണ്ടാലോ? വെണ്ടയ്ക്ക തോരൻ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. വഴുവഴുപ്പില്ലാതെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാൻ നല്ല പിഞ്ച് വെണ്ടയ്ക്കയാണ് എടുത്തത്. കൈകൊണ്ട് ഇങ്ങനെ ഒടിക്കുമ്പോൾ ഒടിഞ്ഞു വരികയാണെങ്കിൽ നല്ല പരുവത്തിലുള്ള വെണ്ടയ്ക്കയാണ്. അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ രണ്ട് എൻഡും കട്ട് ചെയ്തിട്ട് നടുകെ ഇങ്ങനെ കീറിയെടുത്തിട്ട് അതിന് തീരെ ചെറുതായിട്ട് ഒന്ന് മുറിച്ചെടുക്കണം. ഏറ്റവും പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. ഇങ്ങനെ അരിയുമ്പോൾ ഇതിൻ്റെ വഴുവഴുപ്പ് ഏറെക്കുറേയും കുറഞ്ഞു കിട്ടും. മറ്റേ വട്ടത്തിൽ അരിയുന്നേക്കാൾ ഇതാണ് നല്ലത്. എന്നിട്ട് ഒരു സവാളയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞ് വയ്ക്കുക. അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് നമുക്കതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് എരിവിന് ഒരു പച്ചമുളക് ഇട്ട്, ഞാൻ ഒരു പച്ചമുളക് ചേർത്തുള്ളൂ. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ അല്പം ജീരകവും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. അത് മാറ്റി വെച്ചിട്ട് നമുക്കൊരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കടുകിട്ട് പൊട്ടുമ്പോൾ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് മൂപ്പിക്കാം. അത് മൂത്ത് വരുന്ന സമയത്തേക്ക് നമ്മൾ പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് മൂത്ത് വരട്ടെ. സവാള ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. എന്ന് വെച്ചാൽ ഭയങ്കര ബ്രൗൺ കളറല്ല, സവാള നന്നായിട്ടൊന്ന് വെള്ളം മൊത്തം വലിഞ്ഞ് മാറിയതിന് ശേഷം. എന്നാൽ ഈ സവാളയുടെ നീരിൻ്റെ കൂടെ വെണ്ടയ്ക്ക തട്ടുമ്പോൾ അത് വഴുവഴുപ്പ് കൂടും. അതുകൊണ്ടാണ് സവാളയുടെ മാക്സിമം വെള്ളം മാറിയതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്ക തട്ടി കൊടുത്ത് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കാം. വെണ്ടയ്ക്ക അടച്ചു വെക്കരുത്. അടച്ചു വെച്ചാൽ വഴുവഴുപ്പ് ഇറങ്ങുക, അത് കൂടുതലായിരിക്കും. അത് കുക്കാവുന്നത് വരെയും വെണ്ടയ്ക്ക തുറന്നു വെച്ച് തന്നെ ഇളക്കി നിൽക്കുക. അത് ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റി സിമ്മിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മീഡിയത്തിലോട്ട് പോവാം. അങ്ങനെ തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പോൾ അടിയിൽ പിടിക്കത്തുമില്ല. നമുക്ക് വെണ്ടയ്ക്ക നന്നായിട്ട് കുക്കായി കിട്ടും. അതിന് വേണ്ടി അടച്ചു വെക്കാതെ തന്നെ വേവിക്കണം വെണ്ടയ്ക്ക. പിന്നെ ഒരുപാട് വഴുവഴുപ്പുള്ള വെണ്ടയ്ക്കയാണെന്ന് തോന്നുന്നെങ്കിൽ അതിൽ ഒരു സ്പൂൺ തൈരോ അല്ലെങ്കിൽ ഒരു മുറി നാരങ്ങ നീരോ കൂടെ ചേർത്താൽ ആ വഴുവഴുപ്പ് അപ്പോഴേ മാറിക്കിട്ടുന്നതാണ്. ഇതിൽ എനിക്ക് വഴുവഴുപ്പ് ഇത്ര വന്നില്ല. ഞാൻ ഈ രീതി ചെയ്തപ്പോൾ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്തില്ല. പിന്നെ നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് ഒന്ന് അടച്ചു വയ്ക്കുക, അരപ്പൊന്ന് വേവാനായിട്ട്. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കത് ഇതുപോലെ ഇളക്കിയെടുത്താൽ മാത്രം മതി. നമ്മുടെ വെണ്ടയ്ക്ക കൊണ്ടുള്ള തോരൻ റെഡിയാകും. ചൂടോടെ എടുത്ത്, ഇത് തണുക്കുന്നേക്കാൾ നല്ലത് ചൂടോടെ എടുത്ത് ചോറിനൊപ്പം കഴിക്കാനാണ് നല്ലത്. പിന്നെ കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാം. നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയതല്ലേ. വളരെ എളുപ്പം, ഒരു 5 മിനിറ്റിനകത്ത് നമുക്ക് ഈ തോരൻ റെഡിയായി കിട്ടുന്നതാണ്. എന്താ, ഭയങ്കര എളുപ്പമല്ലേ ഈ തോരൻ തയ്യാറാക്കാനായിട്ട്? നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യണേ.